തന്നെയാണ് ജർഫിൽ. അപ്പം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന, ഏകദേശം 10ൽ ഒരാളിൽ എന്തായാലും കാണപ്പെടുന്ന ഒരു രോഗത്തിനെ പറ്റിയാണ് കിഡ്നി സ്റ്റോണ്. എങ്ങനെയാണിത് വരുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെയൊക്കെ ഇത് വരാതെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ടും കിഡ്നി സ്റ്റോൺ, അതായത് മൂത്രത്തിൽ കല്ല് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഒരു 30-40 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാർക്കാണ്, 30 വയസ്സുള്ള ആൾക്കാർക്കാണ്. പിന്നെ കുട്ടികളിലും കാണപ്പെടാറുണ്ട്, ചെറിയ കുട്ടികളിൽ വരെ ഈ ഒരു രോഗം കാണപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ മൂത്രത്തിൽ ഒരുപാട് മൂലകങ്ങളുണ്ട്. കാൽസ്യം, ഓക്സലേറ്റ്, ഫോസ്ഫറസ്, യൂറിക് ആസിഡ്, ഒരുപാട് മൂലകങ്ങൾ നമ്മുടെ മൂത്രത്തിലുണ്ട്. സാധാരണ അവിടെ കെട്ടിക്കിടക്കാറില്ല. സാധാരണ രീതിയിൽ അവിടെ കെട്ടിക്കിടക്കാറില്ല. അത് സാധാരണ പുറത്തേക്ക് പോകാറാണ് പതിവ്. കൂടിച്ചേരാറുമില്ല. മൂത്രത്തിൻ്റെ അളവ്, വോളിയം കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കാരണം, പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാൽസ്യവും ഓക്സലേറ്റും കൂടിച്ചേർന്നിട്ട് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആയിട്ടാണ് നമുക്ക് മാറുന്നത്. അങ്ങനെയാണ് സ്റ്റോൺ വരുന്നത്. മനസ്സിലായോ? ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്. ലിവറിൽ പ്യൂരിൻസിൻ്റെ ഇതൊക്കെ അടിഞ്ഞു കിടന്നിട്ടുള്ള സ്റ്റോണുകളുണ്ട്, പല സ്റ്റോണുകളുണ്ട്. പക്ഷെ മെയിനായിട്ട് നമ്മൾ കാണപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോണാണ്. ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അസഹ്യമായിട്ടുള്ള നടുവേദന, ഊരവേദന, പിന്നെ അടിവേറ്റുള്ള വേദന, നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത, ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആ സമയത്ത് ഭയങ്കര വേദന ആയിരിക്കും. പിന്നെ ഛർദി ഉണ്ടാവും, പിന്നെ നല്ല വിറയലുണ്ടാവും, പനി ഉണ്ടാവും. ചില ആൾക്കാരിലുള്ള ഓരോ ആൾക്കാരിലും ഓരോ ലക്ഷണങ്ങളാണ്. പനി, വിറയൽ, ഛർദി, ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥ, പിന്നെ മൂത്രം ഭയങ്കര ബ്ലഡ് കളറായിട്ടുള്ള മൂത്രം പോക്ക്, ചില ആൾക്കാരിൽ തീരെ മൂത്രം പോവാത്ത അവസ്ഥ. ഇങ്ങനെ പല ലക്ഷണങ്ങളാണ് നമുക്ക് കാണപ്പെടുന്നത് ഈ കിഡ്നി സ്റ്റോൺ കൊണ്ട്. ഈ ഒരു കിഡ്നിയിൽ നിന്ന് സ്റ്റോൺ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്. നമ്മുടെ യൂറിനറി ട്രാക്കിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമുക്ക് നോക്കാം. നമ്മൾ നട്ടലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് കാണപ്പെടുന്ന ഒരു ബീൻ ഷേപ്പിലുള്ള അവയവമാണ് കിഡ്നി എന്ന് പറയുന്നത്. ഈ മൂത്രസഞ്ചി ഉണ്ടല്ലോ, ഇതൊരു മൂത്രാശയത്തിലേക്ക് കിഡ്നിയിൽ നിന്ന് ഈ ഒരു വയല് പോലുള്ള ട്യൂബ് വഴിയാണ്, 10 സെൻറ്റിമീറ്ററോളം നീളം വരുന്ന വയല് പോലുള്ള ട്യൂബ്സ് വഴിയാണ് ഈ മൂത്രസഞ്ചിയിലേക്ക്, നമുക്ക് ഈ ബ്ലാഡറിലേക്ക് മൂത്രം വരുന്നത്. അങ്ങനെ മൂത്രം ബ്ലാഡറിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂത്രനാളി വഴി പുറത്തേക്ക് പോകാനാണ് പതിവ്. പക്ഷേ നമുക്ക് ഈ സ്റ്റോണ് ഇതിൻ്റെ മൂത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴും മൂത്രത്തിൻ്റെ വോളിയം കുറയുമ്പോഴും നമുക്ക് ഈ സ്റ്റോണിൻ്റെ വേദന വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് വേദനയുടെ ഇഞ്ചക്ഷൻ ചെയ്യും, പിന്നെ ഛർദിക്കുള്ള ഇഞ്ചക്ഷൻ ചെയ്യും. നമുക്ക് ചിലപ്പം കിഡ്നിയിൽ കുറേ കാലങ്ങളായിട്ട് ചിലപ്പം സ്റ്റോൺ ഉണ്ടാവാം, അത് നമ്മൾ അറിയാതെ പോകുന്നതായിരിക്കും. നമുക്ക് വേദന കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ കിഡ്നി സ്റ്റോണിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് കിഡ്നിയിൽ ഇങ്ങനെ സ്റ്റോൺ നിറഞ്ഞ് അതിൻ്റെ സൈസൊക്കെ ഇങ്ങനെ വലുതായി, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേദന വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 4 മില്ലിമീറ്ററൊക്കെ ആണെങ്കിൽ നമുക്ക് മൂത്രത്തിൽ കൂടെ തന്നെ ഇത് പുറത്തേക്ക് പോകാനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മസിൽ റിലാക്സിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ മസിലൊക്കെ ഒന്ന് യൂറിത്രൻ്റെ മസിലൊക്കെ റിലാക്സ് ആയി കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു സ്റ്റോണ് പുറത്തേക്ക് പോകും. പിന്നെ ഈ ഒരു മെയിനായിട്ട് നമ്മൾ ഈ ലെമൺ വാട്ടർ ഉണ്ടല്ലോ, ഈ ഒരു മെയിനായിട്ട് കിഡ്നി സ്റ്റോണുള്ള ആൾക്കാർക്ക് അറിയാം, ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു പൊടിയാണ്. ഒരു വെള്ളത്തിലിട്ട് കുടിക്കാനുള്ളൊരു പൊടി, അല്ലെങ്കിൽ ഒരു മരുന്ന്, വെള്ളത്തിൽ 15 മില്ലി വെള്ളത്തിലിട്ടിട്ട് കുടിക്കാനുള്ളൊരു മരുന്ന്, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സിട്രസ് ആണ്. ഈ സിട്രസിന് ഈ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ള ചെറുനാരങ്ങ വെള്ളം നല്ലോണം കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ചെറുനാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ഈ സിട്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാൽസ്യം ഫോർമേഷനെ തടയുന്നതാണ് പറയുന്നത്. പിന്നെ കോഫി പറയുന്നുണ്ട്, ഇപ്പോൾ പുതിയതായിട്ടുള്ള പറയുന്ന കോഫി നമുക്ക് ഈ ഒരു കാൽസ്യം ഓക്സലേറ്റ് ഫോർമേഷനെ കുറയ്ക്കുന്നൊരു പദാർത്ഥമാണ് കോഫി. പിന്നെ കോഫി കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഓക്സലേറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കാണ്ടിരിക്കുക. ചീര, മധുരക്കിഴങ്ങ്, ചായ, ഇതൊക്കെ കുറച്ച് കുറക്കുക. പിന്നെ ഈ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഈ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് ഞാൻ കൂടുതൽ കഴിച്ചിട്ടാണോ എനിക്ക് കാൽസ്യം സ്റ്റോൺ വന്നതെന്നുള്ളത്. ഒരിക്കലുമല്ല. കാൽസ്യം കുറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ശരിക്കും മെയിൻ വരുന്നത്. കാൽസ്യം കൂടുതലുള്ള ഫുഡ് കഴിക്കുകയാണ് വേണ്ടത്. അത് പാല്, മത്സ്യം, ഇങ്ങനെയുള്ള ഫുഡ്സ് കൂടുതൽ കഴിക്കുകയാണ് വേണ്ടത്.
കാരണം ആ ഒരു കാൽസ്യം കൊണ്ടൊരിക്കലും കാൽസ്യം ഓക്സലേറ്റ് ഫോം ചെയ്യില്ല. ഓക്സലേറ്റ് കുറഞ്ഞ ഫുഡ്സ് കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും കാൽസ്യം കൂടുതലുള്ള ഫുഡ് കഴിക്കരുത് എന്നുള്ള നിയമമില്ല. പിന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടില്ല, അപ്പം ഫുഡൊക്കെ കുറക്കണം നമ്മൾ. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കുറക്കണം. ഈ മീറ്റ്സ് എന്നായിക്കോട്ടെ, വെജിറ്റബിൾസ് എന്നായിക്കോട്ടെ, പ്ലാന്റ്സ് എന്നായിക്കോട്ടെ, എവിടെ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസ് ആണെങ്കിലും പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കുറക്കലാണ് നല്ലത്. പിന്നെ ഉപ്പ് കുറക്കണം. ഉപ്പിൻ്റെ അളവും കുറച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഫുഡിൽ കൂടുതലായിട്ടുള്ള ഉപ്പിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ സ്റ്റോണിൻ്റെ ഫോർമേഷൻ കുറച്ച് കൂടും. അങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. പിന്നെ എന്താ പറയുക, ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോക്ടേഴ്സ് അൾട്രാസൗണ്ട് സ്കാനിങ് പറയും, കിഡ്നീൻ്റെ ഫങ്ഷൻസൊക്കെ നോക്കാനുള്ള ബ്ലഡ് ടെസ്റ്റ് പറയും. പിന്നെ അത് മാത്രമല്ല ഈ ഒരു എക്സ്റേ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് കിഡ്നിയുടെ സൈസും ഈ സ്റ്റോണിൻ്റെ പൊസിഷനൊക്കെ നോക്കുന്നത്. അപ്പോൾ സർജറി വേണ്ട സ്റ്റോണാണോ, എത്രയാണ് സൈസ് എന്ന് മൂത്രത്തിൽ കൂടെ പോകുന്ന സ്റ്റോണാണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ഇതിൻ്റെ പ്രിസ്ക്രൈബ് ചെയ്യാം, മെഡിസിനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ സെക്ഷൻ. താങ്ക് യു സോ മച്ച് എവരിവൺ.